Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. As we told in the last class, today we are going to learn more about the topic pairs. What is that? Pairs. In this section we are going to for a detailed study about probability. Okay, അപ്പോൾ പ്രോബബിലിറ്റി തന്നെ ഒരു പെയർ ആയിട്ട് വരുമ്പോൾ കുറേ പേഴ്സ് ആയിട്ട് വരുമ്പോൾ അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള സെലക്റ്റഡ് പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. സോ വി ക്യാൻ explain this topic through one example. You have one example in page number 73 in your textbook, that is pairs. Looking for a clean dress, Johnny found a pair of blue pants and 3 shorts, that is red, green and blue color. How many ways can I dress? thought Johnny. അപ്പോൾ ജോണി എന്ന് പറയുന്ന ഒരു കുട്ടി എന്താണ് ഒരു ബ്ലൂ പാൻറ്റും ഉണ്ട്. ഹൗ മെനി കളേഴ്സ് ഓഫ് ഷർട്ട്സ് ആർ ദെയർ? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ഷർട്ട് ഈസ് ദെയർ. ദെൻ ഹൗ മെനി വേയ്സ്, എത്ര വേയ്സിൽ ആ ജോണിക്ക് ആ ഡ്രസ്സ് വിയർ ചെയ്യാം എന്നാണ്. സോ ടോട്ടൽ dresses available for Johnny. Total dresses available for Johnny is 1 pant and 3 shirts. 1 pant and 3 shirts are there, and pant of which color? Pant is blue color and shirts are what? Red, blue and green. Red, blue and green. So എങ്ങനെ ചെയ്യാം നമുക്ക് ഈ ജോണി എന്ന് പറയുന്ന കുട്ടിക്ക് എത്ര ബേസിൽ ആ പെയർ ഓഫ് ഡ്രസ്സ് വിയർ ചെയ്യാം എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ബ്ലൂ പാൻറ്റും റെഡ് ഷർട്ടുമായിട്ടിടാം. Blue pant and with red shirt, blue pant with blue shirt and blue pant with green shirt. അപ്പോൾ ഈ 3 വേസിൽ ജോണിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റും അല്ലേ? അപ്പം ഇവിടെ 1 into 3 ഈസ് ഈക്വൽ ടു 3 pairs. 3 pairs. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്. ഇനി നമ്മൾ ഒരു ബ്ലാക്ക് പാൻറ്റും കൂടെ ഉണ്ടെന്ന് വെച്ചോ. ബ്ലാക്ക് പാൻറ്റും കൂടെ വരുവാണെങ്കിൽ എങ്ങനെ വരും? ബ്ലാക്ക് വിത്ത് റെഡ്, ബ്ലാക്ക് വിത്ത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് വിത്ത് ഗ്രീൻ. സോ നമുക്കിതിനകത്ത് പെയേഴ്സ് എങ്ങനെ എഴുതാം? ഇവിടെയും 1 into 3 ഈസ് ഈക്വൽ ടു 3 പെയേഴ്സ്. അപ്പോൾ ടോട്ടൽ 6 പെയേഴ്സിൽ എന്താണ് ജോണിക്ക് ഡ്രസ്സ് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ 6 പെയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ദെൻ എങ്ങനെ വരും? ബ്ലൂ, ആ പെയേഴ്സ് നമ്മൾ എടുത്തെഴുതുമ്പോൾ ബ്ലൂ റെഡ്, blue red, blue blue, blue pant and blue shirt, and blue green, blue green. അപ്പോൾ ബ്ലൂ വെച്ചിട്ട് ബ്ലൂ പാൻറ് വെച്ചിട്ട് ഈ 3 രീതിയിൽ വരാം. ദെൻ ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് പാൻറ് ആൻഡ് റെഡ് ഷർട്ട് he can wear. Then black and blue, and he can wear black and green also. Black and green. So 6 pairs of എന്താണ് 6 pairs of dresses are there. 6 പെയറിൽ ഈ 6 ഇതിലും വെയർ ചെയ്യാൻ പറ്റും. Then
നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രോബബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് എന്താണ്, നമുക്ക് പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്ന ആ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഹൗ വിൽ യു ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ തിങ്? ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതിൻ്റെ നമ്പർ ഓഫ് സെലക്റ്റഡ് ദാറ്റ് പോർഷൻ ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നത്. സോ ഹിയർ ഫോർ എക്സാമ്പിൾ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് പാൻറ് ആൻഡ് ഷർട്ട് ഓൺ ദ സെയിം കളർ. പ്രോബബിലിറ്റി ഓഫ് പാൻറ് ആൻഡ് ഷർട്ട് വിത്ത് സെയിം കളർ. സെയിം കളറിൽ വരുന്ന പാൻറ്റും ഷർട്ടും സെയിം കളറിൽ തന്നെ വരുന്നതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എത്രയാണ്? ഇറ്റ് ഈസ് 6. അപ്പം ഡിനോമിനേറ്ററിൽ വരുന്ന എന്താണ്? ഇറ്റ് വിൽ ബി 6. ആൻഡ് വി ഹാവ് ടു കൗണ്ട് ദ സെയിം കളർ ഓഫ് പാൻറ് ആൻഡ് ഷർട്ട്. ഹൗ മെനി ടൈംസ് ഇറ്റ് വിൽ കം? ബ്ലൂ റെഡ് അല്ല, ബ്ലൂ 1 ടൈം ആൻഡ് എന്താണ്, ബ്ലൂ അല്ലേ? ബ്ലൂ അത് രണ്ടും സെയിം കളർ തന്നെ വരുന്ന ഒന്നേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് 1. ഓക്കെ, 1/6 ആണ് പാൻറ് ആൻഡ് ഷർട്ട് സെയിം കളർ വരാനുള്ള പ്രോബിലിറ്റി ഓഫ് ബിക്കം പാൻറ് ആൻഡ് ഷർട്ട് സെയിം കളർ ഈസ് 1/6. ടോട്ടൽ 6 പെയർസിൽ ബ്ലൂവും ഒരുമിച്ചിട്ടാൽ മാത്രമേ നമുക്ക് സെയിം കളറിലുള്ള പാൻറ് ആൻഡ് ഷർട്ട് ഇട്ടു എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ദെൻ we have one more example with 2 boxes. Second example, we have 2 boxes here. Two boxes are here. One box contains 1, 2, 3, 4 paper slips, and another box contain 2 paper slips. ഓക്കെ, 2 ബോക്സസ് നമ്മൾ എടുക്കുകയാണ്. അതിനകത്ത് ആദ്യത്തെ ബോക്സിൽ എന്താണ്, 4 പേപ്പർ സ്ലിപ്സ് ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് 4 പേപ്പർ സ്ലിപ്സ് വി പുട്ട് ദെയർ. ആൻഡ് ഇൻ ദ സെക്കൻഡ് ബോക്സ് വി പുട്ട് 2 പേപ്പർ സ്ലിപ്സ്, ദാറ്റ് ഈസ് 1 and 2. ആൻഡ് എന്താണ്, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ്, ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചാൻസസ്. ഇത് രണ്ടിൽ നിന്നും കൂടെ എടുക്കാനുള്ള ചാൻസസ് നമ്മൾ എഴുതണം അല്ലേ? ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തിൽ നിന്ന് 1 എടുക്കാവുന്ന ചാൻസ് ഉണ്ട്. 1, 1, 1, 1 അല്ലേ? 1, 1 എടുക്കാം. ആൻഡ് 1, 2 ഓൾസോ നമുക്ക് എടുക്കാം. ഇവിടുന്ന് 1 എടുക്കുമ്പോൾ 1ൻ്റെ കൂടെ ഇവിടുന്ന് 1 എടുക്കാം. ഇവിടെ 1 എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 എടുക്കാനുള്ള ചാൻസും ഉണ്ട്. ദെൻ ഇവിടുന്ന് 2 എടുക്കുമ്പോൾ 2 ഇവിടുന്ന് 1 എടുക്കാം. We can take 1 from here, and when we took 2 from here, we can take took 2 from the second box also. Then when we take 3 from the first box, we can take 1 and 2, 3, 2. Okay, then 4, 1, 4, 2. How many numbers here? 4, and in the second box it is 2. 2 into 4 is equal to 8 pairs. Total 8 pairs ആണ്. ഇങ്ങനെ ഫൈൻഡ് ചെയ്തില്ലെങ്കിലും just you can count here 1, 2, 3, 4, 5, 6, 7, 8. Total 8 pairs of chances are there. Okay, അപ്പോൾ 8 pair of chances ആണ് അവിടെ ടോട്ടൽ ചാൻസസ് ഉള്ളത്. സോ നമ്മൾ പ്രോബിലിറ്റി ഫൈൻഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 8 വരും. Then some questions based on these boxes are here. First question is probability of both numbers are odd. That is P of both numbers are odd. അതായത് ഈ ഓരോ പെയർ എടുക്കുമ്പോഴും അതിനകത്ത് 2 നമ്പേഴ്സും ഓഡ് വരാനുള്ള ചാൻസസ് എത്രയുണ്ടെന്ന്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 8 പെയർസ് ആണ്. അപ്പോൾ ഓഡ് വരാനുള്ള ചാൻസ് ഏതൊക്കെ വരാം? 2ഉം ഓഡ് വരണം. ബോത്ത് ദ നമ്പേഴ്സ് വോണ്ട് ടു ബിക്കം ഓഡ്. 1, 1 it is odd. Both the numbers were odd. Here 1, 2 is here, so it will be odd and even. Then here also odd and even. This is even. This is 2 numbers were odd. So 1, 2. Others are odd and even came. Okay, so 1, 2 chances are there. 2/8
8, that is 1 by 4. So probability of both numbers are odd. Probability endana? The probability of odd numbers are both the numbers are odd is 1 by 4. The next question is probability of both numbers even. Probability of both numbers even. എങ്ങനെ ഫൈൻഡ് ചെയ്യും? രണ്ട് നമ്പേഴ്സ് ഈവൻ വരണം. 2 2. Okay, 2 2 and 4 2. These two are only the both numbers were even, that is 2 by 8. That is also same like the first question, that is 2 by 8, that is 1 by 4. Okay, the next question is probability of one number odd and other number even. Probability P of one number odd and other even. P of one number odd and one number even is എന്താണ്? ഒരു ഓഡും ഒരു ഈവനും. ഇത് ഒരു ഓഡ് ആൻഡ് വൺ ഈവൻ. വൺ ഓഡ് ആൻഡ് വൺ ഈവൻ. One odd, one even, one odd, one even. So total is 4. 4 by 8, that is equal to 1 by 2. And P of both were same. P of both the numbers same. Both same ആയിട്ട് വരുന്നത് എന്താണ്? 1 1, both were same. 2 2, both were same. Only that two numbers. Okay, so 2 by 8, that is equal to 1 by 4. So this is the way we are finding the probability when we have the question with the pairs. Okay, pair വെച്ചിട്ട് വരുന്ന pairs ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ വേയിലാണ് നമ്മൾ എന്താണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. For finding the probability, first we have to write the number of ways with the question. ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ചാൻസസ് നമ്മൾ അത് ആ പെയർ ആയിട്ട് തന്നെ ആദ്യം എടുത്ത് എഴുതണം. ആ എഴുതുന്നതിൽ നിന്നാണ് പിന്നെ നമ്മൾ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, then you have problems. This is the example for this section, and you have 5 problems based on pairs topic in your textbook, page number 75. The first question is this: Rajani has 3 necklaces and 3 pairs of earrings of green, blue and red stones. In what all different ways can she wear them? What is the probability of her wearing the necklace and earring of the same color, and also you have to find of different colors? അപ്പോൾ എന്താണ്? ഒരു രജനി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 3 നെക്ലസും 3 പെയർസ് ഓഫ് ഇയറിങ്സും ഉണ്ട്. അപ്പോൾ വിച്ച് കളറാണ് അത്? ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഇയറിങ്സ്. ദെൻ ഇൻ വാട്ട് ഓൾ വേസ് ഷീ ക്യാൻ വിയർ ദം? ഏതൊക്കെ വേസിൽ അവൾക്കത് വിയർ ചെയ്യാമെന്നും നമ്മൾ എഴുതണം. ദെൻ ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഹെർ വിയറിംഗ് ദ നെക്ലസ് ആൻഡ് ഇയറിംഗ് ഓഫ് സെയിം കളർ. നെക്ലസും ഇയറിങ്ങും സെയിം കളറിൽ വെയർ ചെയ്യാനുള്ളതും ഡിഫറെൻറ്റ് കളറിൽ വെയർ ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, so നമുക്ക് ആദ്യം we have to find, first we have to write the number of the chances, okay, or number of ways. First we are writing necklaces and earrings. Okay, അപ്പോൾ necklaces ഏതൊക്കെ കളറിലാണ്? green, blue and red. Earrings also green, blue and red. അപ്പോൾ രണ്ടും ഇങ്ങനെ വരും. Then we have to write the total number of pairs. ഇവിടെ 3 ഉണ്ട്, into here also 3 is equal to how many pairs? Total pairs is 9 pairs is here. അപ്പോൾ total number of pairs കിട്ടി, we got it as 9 pairs. Then we have to write the ways, number of ways, sorry, we have to write the chances. Okay, അപ്പോൾ ചാൻസ് എങ്ങനെയൊക്കെ വരാം? ഫസ്റ്റ്
green, 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 blue, green with red. Then same like that, blue, green, blue, 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 red. Then red, green, red, blue, red, red. ഇങ്ങനെ 9 ചാൻസസ് ആണുള്ളത്. നമുക്കപ്പോൾ പെയർസ് ഒന്ന് എടുത്ത് എഴുതാം. പെയർസ് green, 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 blue, and green, red. Green, 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 blue, and green, red. Okay, then next blue. From the necklace she can wear blue with green earring. Blue, green, blue, blue, and blue, red. Okay, blue, green, blue, blue, and blue, red. Next one, red with green, red with blue, and red with red. Okay, red, green, red, blue, and red, red. So how many pairs are there? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 pairs are there. അപ്പോൾ നമുക്ക് എത്ര വേസിൽ എഴുതാം, എത്ര വേസിൽ അത് വെയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ആൻസർ ഇവിടെ കിട്ടി. ദെൻ 2 more sub questions are there. First one is number of probability of her wearing the necklace and earring of the same color. സെയിം കളറിൽ തന്നെ വരുന്നത്. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? probability of wearing, P of wearing same color, and also we have to find P of wearing different color. P of wearing different color. So P of wearing probability of wearing same colors നമുക്ക് ഏതൊക്കെ എഴുതാം? green, green, same color, blue, blue, same color, red, red, same color. So total number of colors is 3. Total number of pairs is 3 and total pairs is 9. 3 by 9, that is equal to 1 by 3. 1 by 3. Then P of wearing different colors. അപ്പം P of wearing same colors അവിടെ ടോട്ടൽ 9ൽ 6 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 9ൽ 3 ആയിരുന്നു. 3 പോയി കഴിയുമ്പോൾ ബാക്കി ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നമുക്ക് കൗണ്ട് ചെയ്യാമല്ലോ. ഇത് 3 പോയി കഴിയുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? ദർ വിൽ ബി 6. ദാറ്റ് ഈസ് 6 by 9. 6 by 9, that is equal to 2 by 3. This is the probabilities of wearing same color and probability of wearing different colors. Then we are moving to the second question. Okay, a box contains 4 slips numbers numbered 1, 2, 3, 4 and another box contains 2 slip numbered 1 and 2. If one slip is taken from each, what is the probability of the sum of numbers being odd and what is the probability of sum of numbers being even? അപ്പോൾ ബോക്സിൻ്റെ നമ്മൾ എന്താണ് ബോക്സിൻ്റെ question number 2 boxes are there. One box contain 1, 2, 3, 4 and other box contain 1 and 2. Okay, and we have to find the probability of getting the sum of the pairs even and sum of the pairs odd. Okay, so first we have to find the number of pairs, that is 4 into total number of pairs. Here is 2 samples. 4 into 2 is equal to 8 pairs, total 8 pairs. Then we have to write the number of ways. 1, 1, 1, 2. Next idum varam 2, 1, 2, 2.
Next 3 and 1 we can write 3 2 4 1 4 2. So these were the pairs of chances. നമുക്ക് നമ്പേഴ്സ് എടുക്കാനുള്ള ചാൻസസ് ഇത് ഇത്രയാണ്. Then we have to find what, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഓഡ് നമ്പേഴ്സ്, ഇതിൻ്റെ സമ്മ് ഓഡ് വരുന്നതും സമ്മ് ഈവൻ വരുന്നതും നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ സമ്മ് ഓഡ് വരുന്നത് ഏതൊക്കെ വരും? 1 + 1 ഇറ്റ് ഈസ് 2, അത് ഈവൻ ആണ്. അപ്പോൾ 1 1 ഈവനകത്ത് എഴുതാം. ആൻഡ് 1 and 2, 1 + 2 ഈസ് 3, അപ്പോൾ അത് ഓഡിനകത്ത് എഴുതാം 1 and 2. Okay, then what? 2 + 1 it is 3, so we can write in odd. Then 2 + 2 is 4, it is even, 2 and 2 is even. Then 3 + 1, that is 4, that is odd, sorry even, 3 and 1. Then 3 and 2, 3 + 2 is 5, 3 2. Then 4 + 1 is 5, 4 1 odd, and 4 + 2 is even, that is even. Okay, these were the odd sums and these were the even sum. Then what is the question? What is the probability of sums being odd and sums being even? Probability ആണ് കണ്ടുപിടിക്കേണ്ടത്. So P of odd, P of odd is equal to total number of pairs, we know that it is 8. Total number of pairs is 8 and 1 2 3 4. 4 odd pairs are there, 4 by 8, that is equal to 1 by 2. Okay, and P of even, P of even is equal to, it is also 1 2 3 4. 4 chances are there, 4 by total is 8, that is 1 by 2. So these were the problems based on pairs topic, and 3 more problems we have in this section. So that problems we can study in the next class. Today's class is over. Assalamu alaikum.